കഴിഞ്ഞ ദിവസം ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന സംഭവം അത് ആസൂത്രിതമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാം അറിയാം. ഇപ്പം സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പം എങ്ങനെയാണ് പാകിസ്ഥാൻ പേടിച്ചു പോയത്. അപ്പൊ ആ പേടിയുടെ ഒരു പരിണത ഫലം ഉണ്ടാകുമെന്ന് ഇന്ത്യ എപ്പോഴും കരുതിയിരുന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യയില് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഡൽഹിയിലെ ഒരു സംവിധാനം അല്ലെങ്കിൽ സുരക്ഷ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. അതെ, കാരണം നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിമർശനങ്ങൾ ഇദ്ദേഹത്തിന് ഇതൊന്നും പറ്റിയ പണിയല്ല, ഒരു പ്രധാനമന്ത്രിയായിരിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അമിത്ഷാ ആണെങ്കിലും മോദി ആണെങ്കിലും ഇപ്പോഴും മിണ്ടാട്ടമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചെങ്കോട്ടയെ തകർക്കുന്ന രീതിയിലുള്ള വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഭീതി പടർത്തുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ ഇന്നെന്താണ്? ശാന്തമാണ്. ഇതൊരു ഭീകരാക്രമണമല്ല, ഇതിപ്പോ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയ ബോംബല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, ഇത് ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് ആദ്യം പറഞ്ഞിരുന്നത് ചാവേർ ആക്രമണമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ചാവേർ ആക്രമണത്തിന്റേതായിട്ടുള്ള രീതിയൊന്നുമല്ല അവിടെ കണ്ടിരുന്നത്. പൂർണ്ണമാകാതെ അസമയത്ത് സംഭവിച്ച ഒരു ആക്രമണമാണ്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഒരിക്കലും അതൊരു ഇത്രത്തോളം ഭീതി പരത്തേണ്ട ആവശ്യമില്ല എന്നാണ് വാർത്തകളിൽ. അല്ല, ഇത് കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ദേശീയ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്തർദേശീയ മാധ്യമങ്ങളാണെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെങ്കോട്ടയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നു, അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ആക്രമണമാണോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇത് ഇപ്പോഴും ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന് പോലും ഇന്ത്യ അംഗീകരിച്ചില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട്. നമുക്കറിയാം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണം എങ്ങനെയാണ്, നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയാണ് ഇവർ ആക്രമിച്ചത്, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. അതിന്റെ പരിണിത ഫലമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ പേടിച്ചിട്ടുള്ള പേടി നമുക്കെല്ലാം അറിയാം. അവസാനം കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന് എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന് ഇന്ത്യ അവിടെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കാരണം സിന്ദൂരിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ആക്രമണം നടത്തുന്നു, പാകിസ്ഥാനെ വരെ പേടിപ്പിക്കുന്ന വിറപ്പിക്കുന്ന രീതിയിലേക്ക് ആക്രമണം നീണ്ടുപോകുന്നു. നിർത്തേണ്ട സ്ഥലത്ത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അവസാനിപ്പിച്ചതിന് ശേഷവും ഇന്ത്യ കൃത്യമായിട്ട് വാണിംഗ് കൊടുത്തു. നിങ്ങളുടെ 25 സ്ഥലങ്ങൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നു, 9 സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ളൂ, ഇനിയും ഞങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്നാണ് ഇന്ത്യ അന്ന് പറഞ്ഞത്. അത് ഇന്ത്യയുടെ ആ പെർഫെക്ഷൻ ആയിരുന്നു. അന്ന് വീണ ഓരോ ആക്രമണവും അത് പെർഫെക്റ്റോടെ ആയിരുന്നു ഇന്ത്യ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടാൽ ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് പാകിസ്ഥാൻ ഭയന്നിരിക്കുകയാണ്. അതെ, അതിനേക്കാൾ ഉപരി പറയുന്നത് പോലെ ഈ നടന്ന സ്ഫോടനം അത് ഇന്ത്യ സ്ഥിരീകരിക്കുകയാണെങ്കിൽ, അതില്ലെങ്കിൽ ഇപ്പോൾ ചാവേർ അല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, ഇതിന്റെ യഥാർത്ഥ വശം പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് അത്രത്തോളം ടൂറിസത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ്. സ്വാഭാവികമായും ഇവിടേക്ക് വരുന്ന ജനങ്ങൾ എല്ലാവരും തന്നെയും ഒരു ഭയത്തോടു കൂടിയായിരിക്കും പിന്നീട് ഇന്ത്യയിലേക്ക് കാല് കുത്തുക എന്നത്. അല്ല, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. അതായത് പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 11ഓ 12ഓ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. കാരണം അത്രത്തോളം ആക്രമണങ്ങൾ, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ചൈനയുമായിട്ടാണെങ്കിലും പാകിസ്ഥാനായിട്ടാണെങ്കിലും മറ്റ് രാജ്യങ്ങളുമായിട്ടാണെങ്കിലും ഇന്ത്യക്ക് പലപ്പോഴും ഇന്ത്യയോടുള്ള ശത്രുതകൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി അറിയാം. കാരണം ഇന്ത്യ വളർന്നു വരുന്ന ഒരു രാജ്യമാണ്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കേപ്പബിലിറ്റി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഈ രാജ്യം ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക പോലും ഇന്ത്യ അടക്കി ഭരിക്കാൻ നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ വളർന്നു പോയി കഴിഞ്ഞാൽ അമേരിക്കയെ മറികടന്ന് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെ തന്നെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ്. ഇപ്പം എക്കണോമി ലെവലിൽ നോക്കിയാൽ പോലും അമേരിക്കയൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ പുറത്തു വന്ന കുറച്ച് ഫോട്ടോകളുണ്ട്, കുറച്ച് ദൃശ്യങ്ങളുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും തട്ടമിട്ടവരുടെ ഫോട്ടോ പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഈ തട്ടമിട്ടത് കൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ അന്ന് ജനങ്ങൾ ഏറ്റെടുത്തത് നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും അതിനെ ജനങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നത്, സോഷ്യൽ മീഡിയയിൽ വീണ്ടും അത് വൈറലാകുന്നുണ്ട്. അതിന് പിന്നാലെ പറയുന്നത്
തട്ടമിട്ടവരെ ഭയപ്പെടേണ്ടതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ എന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് ഉപയോഗിക്കുകയും മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറുന്നതും എല്ലാം നമുക്കറിയാം. പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നതും, അങ്ങനെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം. അപ്പം ഇന്ത്യയിലാണെങ്കിലും ലോകത്താണെങ്കിലും മുസ്ലിങ്ങൾ ഒരുപാടുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ ഉള്ളത്. ഈ ലോക രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രദേശത്തും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം ഇവിടേക്കുള്ള ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചരിത്രം പഠിക്കണം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും, ഇന്ത്യയാണ് ഞങ്ങളുടെ ദേശം എന്ന് പറഞ്ഞ് ഈ സമരത്തിനൊപ്പം നിന്ന ആളുകളാണ്. അപ്പൊ നമ്മളിപ്പോ മുസ്ലിം ലീഗിനെ പോലും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സമയത്ത് കൃത്യമായിട്ട് ഈ വിഭാഗക്കാരെ പലപ്പോഴും നമുക്കറിയാം, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും പല മതത്തിൽപ്പെട്ട ആളുകളാണ്, മതമില്ലാത്ത ആളുകളുണ്ട്. അപ്പം ഇവരെ എല്ലാം ഈ രാജ്യത്ത് ഒന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ചെറിയ പണിയൊന്നുമല്ല. അത്രത്തോളം നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഭരണഘടന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യം ഇന്നും ഈ കാണുന്ന രീതിയിൽ സാഹോദര്യത്തോടെ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് വർഗീയത വിളമ്പിക്കൊണ്ട് അല്ലെങ്കിൽ വർഗീയ പരത്തിക്കൊണ്ട് ഇതിനൊരു ഹിന്ദുത്വപരമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതിനേക്ക് യാഥാർത്ഥ്യം വെക്കുന്ന രീതിയിലാണ് പുറത്തു വരുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് പലരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ഹിന്ദുത്വം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് മുസ്ലിം മത വിഭാഗത്തിലുള്ളവരാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നത്, അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു, ഇന്ത്യ ആക്രമിച്ചു എന്ന് കരുതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനി തീവ്രവാദികളാണ് എന്ന് നമുക്ക് ഒരിക്കലെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ എല്ലാവരും മനുഷ്യന്മാരാണ്. ഇവിടെ ഏത് മതത്തെ സ്വീകരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. മതം സ്വീകരിക്കാനും മതം ഒഴിവാക്കാനും ഒരു മതത്തിലും ചേരാതിരിക്കാനുമുള്ള എല്ലാവിധ അവകാശങ്ങളും നമ്മൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകളൊന്നും പാകിസ്ഥാനിലുള്ള ആളുകളല്ല. ഇവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ. എത്രയോ മുസ്ലിങ്ങളുണ്ട്, സ്വന്തം ജീവൻ ത്യജിച്ച എത്രയോ മുസ്ലിങ്ങളുണ്ട്. അവരെ ഒന്ന് നാളെ പറയുമോ നമ്മൾ അവരെല്ലാം പാകിസ്ഥാൻ തീവ്രവാദികളായിരുന്നു എന്ന്? ഒരിക്കലുമില്ല. അവരെല്ലാം ഇന്ത്യയോടൊപ്പം നിന്ന, ഇന്ത്യക്ക് വേണ്ടിയിട്ട്, മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച എത്രയോ പേരുണ്ട്. ആ മനുഷ്യരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം മതവർഗീയവാദികളാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും അത്തരത്തിലുള്ള വിഭജനങ്ങൾ പലപ്പോഴും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള സാഹചര്യം ഇനിയുമുണ്ട്. ഇന്നത്തോടെ തീരുമൊന്നുമില്ല, ഇനിയും വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയും അതിനനുസരിച്ച് തിരിച്ചു പോരാടും. അത് ചിലപ്പോ പാകിസ്ഥാന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നാളെ ആണെങ്കിലും ഇന്ത്യയുടെ തിരിച്ചൊരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവരെന്താണ് ഉദ്ദേശിച്ചത്? ചെങ്കോട്ടയിലൊരു ഇതുകൂട്ടൊരു അപകടം പ്ലാൻ ചെയ്തു കഴിഞ്ഞാല് ദേശീയ മാധ്യമങ്ങളാണെങ്കിലും അന്തർദേശീയ മാധ്യമങ്ങളാണെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാല് വലിയൊരു വിഷയമാണ്. ഇപ്പം ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ട് ചെങ്കോട്ടയിൽ വലിയ അപകടം, ആ രീതിയിൽ പ്ലാൻ അതെ, ആ രീതിയിൽ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇതെല്ലാം ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ ഇത് പാളിപ്പോയത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റി. ഇവിടെ പ്രതിപക്ഷം ചോദിക്കുന്ന ചില വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുത്തെ ഭരണ സംവിധാനം നൽകേണ്ടതാണ്. അതായത് ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ആക്രമണം മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ എത്രത്തോളം സുരക്ഷിതമല്ല എന്നാണോ? ഇന്ത്യയിലെ ജനങ്ങളൊന്നും സുരക്ഷിതരല്ല. അവിടെയാണ് നമ്മളിപ്പം ഈ ഒരു വിഷയം നടന്നപ്പോഴാണ് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ഡൽഹി പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ, നമുക്കറിയാം ഇന്ത്യയുടെ എല്ലാ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പൊ ഇത്രയും സുരക്ഷയെ ഡൽഹിയിലുള്ളോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഓപ്പറേഷൻ പഹൽഗാമിലെ ആക്രമണം നടന്നപ്പോൾ പോലും പ്രതിപക്ഷം ചോദിച്ച കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അവിടെ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ ആർമി പോസ്റ്റുകളൊക്കെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം കാശ്മീരുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആക്രമണം നടക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മോദിയുടെ ഭരണകാലത്താണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇന്ത്യ അതിനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൈനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോലും പഹൽഗാമിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അവിടെ ഒരു ആർമി പോസ്റ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നിട്ട് ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ ആരും ഇല്ലാതായി പോയ ഒരു സാഹചര്യം,
ഇവിടെയൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ഡൽഹിയിൽ പോലും ഇപ്പൊ ഒരുപാട് ഏജൻസികൾ ഇപ്പൊ NIA അത് കൈമാറിയിട്ടുണ്ട്. അവർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇതിനെ പറ്റിയുള്ള വലിയ രീതിയിലുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വരില്ല. കാരണം അത്രത്തോളം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇതെന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തന്നെയായിരിക്കും ഒരു പക്ഷേ നാണക്കേട് വരുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ധുവിന്റെ പ്രതികാരമായിട്ട് ഇത് പാകിസ്ഥാൻ വല്ലതും ചെയ്തതാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്നും ഇന്നലെയും ഒന്നും അല്ല. ഇതിനു മുമ്പിട്ട്, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് പോലും നമ്മൾ എത്രയോ ആക്രമണങ്ങൾ, അതായത് ഇന്ത്യക്ക് അകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ അതിന് ബാക്കിയാണ്. എത്രത്തോളമുള്ള ഇന്ത്യയുടെ സുരക്ഷ എന്നുള്ള കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തേണ്ട ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനി അടുത്ത ദിവസങ്ങൾ മാത്രമേ എന്തായാലും ഇത് പുറത്തേക്ക് വരികയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അത് വരും ദിവസങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാം.